പ്യുവർ ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ഉണ്ട് നമ്മളിന്ന് കാണുന്നതിൽ. അതേപോലെ തന്നെ പ്രിൻ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും. അതേപോലെ തന്നെ നമ്മൾ ഒരു ഡിസൈനോടെ കാണുന്നത് ലിനൻ ഫാബ്രിക്കിലോട്ട് വന്നിരിക്കുന്നതാണ്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ നമ്മളിന്ന് കാണുന്നുണ്ട്. ഈ ഒരു ഡിസൈനിലേക്ക് ഓൾ ഓവർ ഡിജിറ്റൽ പ്രിന്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ പ്രിന്റ്സ് ആണ്. ഇതിൽ 4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു മോപ്പിംഗ് ടോണിലോട്ടാണ്. അപ്പോൾ ഇതിലേക്ക് അതേപോലെ തന്നെ ഒരു ഗോൾഡൻ ടിഷ്യൂ വീവിങ് കൂടെ വന്നിട്ടുണ്ട്, വളരെ ലൈറ്റ് ആയിട്ട്. അതേപോലെ ഫാബ്രിക് നല്ല കംഫർട്ടബിൾ ആണ് ക്രേപ്പ് സിൽക്കിൽ. പിന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിലോട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. അത് ഹാൻഡ് വർക്ക് ആയിട്ടുള്ളതാണ്. ത്രെഡ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ഈ ഒരു പോർഷനിലോട്ട് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് സെയിം ഫ്രണ്ട് പോർഷൻ പോലെ തന്നെ വരും. ദുപ്പട്ട ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ഷിഫോണിലാണ്. അത് ഈ ഒരു സെയിം കളർ ടോണിലോട്ട് വന്നിട്ട് ചുറ്റും ക്രോഷ്യ ലേസും വരുന്നുണ്ട്. ചെറിയ ചെറിയ ബൂട്ട വീവിങ് ഓൾ ഓവർ വന്നിട്ടുണ്ട്. മെഷീൻ എംബ്രോയ്ഡറി ആയിട്ട് വരുന്നതാണ്. ബോട്ടം വരുന്നത് ഷാൻറ്റൂണിൽ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ്. ഇനി നമ്മൾ കാണുന്നത് പ്രിൻ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഈ ഒരു ഡിസൈൻ. ഇത് സിംഗിൾ ഷെയ്ഡിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഗ്രേപ്പ് വൈൻ ടോണിലോട്ടാണ് വരുന്നത്. അതിലേക്ക് ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ഔട്ട്ലൈൻ പാറ്റേൺ പോലെയുള്ള പ്രിൻസ് ആണ് ഇതിൻ്റെ ഓൾ ഓവർ വന്നിരിക്കുന്നത്. ഫ്ലോറൽ പാറ്റേണിൽ നെക്ക് ഓൾറെഡി ഇതിലുണ്ട്. ഒരു വി പാറ്റേണിലുള്ള കട്ടിങ് കൊടുത്തിട്ടുള്ള ഡിസൈനാണ്. അതിലേക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സീക്വൻസ് വർക്ക് ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് ടാസൽസും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡും സെയിം ആ പ്രിൻ്റ് തന്നെ വരും. ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് മൽ കോട്ടണിലാണ്. അപ്പോൾ അതിലേക്കും ഓൾ ഓവർ പ്രിൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. സിഗ്സാഗ് പ്രിൻസും കൊടുത്തിട്ടുണ്ട്. ഫ്ലോറൽ പാറ്റേണും വരുന്നുണ്ട്. അതുപോലെ ഏറ്റവും എൻഡിലായിട്ട് ക്രോഷ്യ ലേസും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു സിഗ്സാഗ് പ്രിൻറ്റിലാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ ആണ്. അടുത്തത് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ്. പ്രിൻ്റ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ. ഇതിലേക്ക് ഓവർലാപ്പ് ബോക്സ് പാറ്റേൺ ആണ് യോക്ക് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സെൽഫായിട്ടുള്ള പൈപ്പിങ്ങും വരുന്നുണ്ട്. ചുറ്റും വരുന്നുണ്ട്. ഓവർലാപ്പിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഫ്ലോറൽ പ്രിൻറ്റ്സ് ആണ് ഓൾ ഓവർ ഫാബ്രിക്കിൽ വരുന്നത്. യോക്കിലേക്ക് സിഗ്സാഗ് ഫാബ്രിക് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും ആ ഒരു സിഗ്സാഗ് പ്രിൻറ്റിൽ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ചുറ്റും ഗോട്ടാപ്പട്ടി ലേസിൻ്റെ പാറ്റേൺ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ എൻഡിലേക്ക് ഫ്ലോറൽ ഡിസൈനിലുള്ള പ്രിൻസും വരുന്നുണ്ട്. ഇത് മൽ കോട്ടൺ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം ആ ഒരു സിഗ്സാഗ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ സേജ് ഗ്രീൻ ടോണിലോട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഡീപ്പ് സേജ് ഗ്രീൻ ആണ്. സെയിം പാറ്റേണിൽ തന്നെ. ഇപ്പോൾ യോക്കിലേക്കുള്ള എംബ്രോയ്ഡറിക്കുള്ള ത്രെഡ് എല്ലാം ആ സേജ് ഗ്രീൻ ഷെയ്ഡിലോട്ട് വരും. ബാക്കിയെല്ലാം സെയിം ഡിസൈൻ തന്നെയാണ്. ദുപ്പട്ടയാണെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള മെഷീൻ വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ഡസ്റ്റി ടീൽ ഗ്രീൻ ടോണിലോട്ട്. അതേ സെയിം പാറ്റേൺ. 1899 റേഞ്ചിലോട്ടോ ഈ സെറ്റുകളെല്ലാം വന്നേക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ലാസ്റ്റ് ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്. ഇത് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ യെല്ലോ ഷെയ്ഡിലോട്ടാണ്. അങ്ങനെ 4 കളേഴ്സാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓഫ് വൈറ്റ് കളറിൽ ലിനൻ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഡിസൈനാണ് കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഒരു പേർപ്പിളിൻ്റെയും അതുപോലെ തന്നെ ഡാർക്ക് പിങ്കിൻ്റെയും ഒക്കെ കോമ്പിനേഷനാണ് ഇതിലോട്ട് വന്നേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നെഗറ്റീവ് പ്രിൻറ്റിങ്ങും വരുന്നുണ്ട്. അതെല്ലാം സ്കാറ്റേർഡ് ആയിട്ട് അങ്ങനെ നെഗറ്റീവ് പ്രിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഏറ്റവും എൻഡിലായിട്ട് ഹെം ലൈൻ പോർഷനിലോട്ട് ഒരു ഫ്ലോറൽ കളർഫുൾ ആയിട്ടുള്ള ആ ഒരു പേർപ്പിൾ കോമ്പിനേഷൻ പിങ്ക് ഒക്കെയാണ് ഇതിലേക്ക് വന്നേക്കുന്നത്. അങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേൺ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കാണ്. സീക്വൻസ് വർക്കും ഔട്ട്ലൈൻ വർക്കും ഒക്കെ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തെടുത്തിരിക്കുന്ന പാറ്റേൺ ആണ്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലൊക്കെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഈ ഒരു പോർഷനിലോട്ടും ഇങ്ങനെ ബോർഡർ അറ്റാച്ച് ചെയ്തിട്ട് അതും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. അത് വരുന്നത് ലിനൻ കോട്ടൺ ഫാബ്രിക്കിലാണ്. ഇതിൻ്റെയും അതേപോലെ തന്നെയാണ്. ഈ ഒരു പോർഷൻ പ്ലെയിൻ ആയിട്ട് നെഗറ്റീവ് പ്രിൻറ്റിങ് കൊടുത്തിട്ട് ഈ എൻഡ് പോർഷനിലായിട്ട് ഫുള്ളായിട്ട് അങ്ങനെ ഫ്ലോറൽ ഡിസൈനാണ് വന്നേക്കുന്നത്. അതിലേറ്റെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് സാറ്റിൻ കോട്ടൺ ഫാബ്രിക്കിലാണ്. ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് ഇതിലുള്ള ഈ ഫ്ലവേഴ്സിലാണ് ഓരോരോ കളേഴ്സ് മാറി വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പേർപ്പിളാണെങ്കിൽ ഇതിലേക്ക് വന്നേക്കുന്നത് ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക് കളേഴ്സാണ്. അതുപോലെ തന്നെ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ്സും ഒക്കെയാണ് ഇതിലേക്കുള്ള ഫ്ലോറൽ പാറ്റേണിൽ വരുന്നത്. ടോപ്പിൽ അതേപോലെ തന്നെയാണ് അതിൻ്റെ ഹെം ലൈനിലോട്ട് ഫ്ലോറൽ ഡിസൈൻ വരുന്നത്. സെയിം പാറ്റേണിൽ തന്നെ വരും. ബോട്ടം ഇതിൻ്റെ എല്ലാം പെയർ ചെയ്യുന്നത് സാറ്റിൻ കോട്ടണിലാട്ടോ. അതൊരു ഓഫ് വൈറ്റ് ക്രീമിഷ് ടോണിലോട്ടാണ് ഇതിൻ്റെ മെയിൻ ഷെയ്ഡ് വരുന്നത്. ഇനി ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് ഓറഞ്ചാണ്. ഓറഞ്ച് പീച്ച് കളേഴ്സാണ് ഫ്ലോറൽ പാറ്റേണിലോട്ട് വന്നിരിക്കുന്നത്. 3 കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2749 റേഞ്ചിലോട്ടാണ് ഈ സെറ്റുകളുടെ റേറ്റ് വന്നിരിക്കുന്നത്.